ടിവിയുടെ ഫ്രണ്ടിനെ മാറണേ. നോക്കുന്നത് നീ ബേക്കറിയിൽ പോയാ? നീ ഞാൻ ബേക്കറി പോയില്ല. പിന്നെ ബേക്കറി ഇങ്ങോട്ട് വന്നാ തമാശ പറയാതാ. എവിടെ നിന്നിട്ട് സത്യം പറ. കൊരങ്ങൻ തന്ന്. കൊരങ്ങൻ. നീ കളിയാക്കല്ലേ ചുമ്മാ. അയ്യോ സത്യം. എന്തോ നേരത്തെ ശങ്കരൻ പറഞ്ഞില്ലേ ആ ഫ്രണ്ടിൽ മറ്റേ അത്ഭുത സ്ഥിതിയുള്ള കൊരങ്ങൻ അതിന് മുമ്പ് ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ നടക്കുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പോയി ഇങ്ങനെ മുട്ട പപ്സും ഷേക്കൊക്കെ വേണമെന്ന് പ്രാർത്ഥിച്ചു. എന്റെ ഷേക്കും ഉണ്ട്. ഇതൊരു പാർസൽ പോലെ ഉണ്ടല്ലോ അല്ലേ? പാർസൽ ചെയ്ത് വെച്ചേക്കണ പോലെ ഇരിക്കല്ലേ ചേട്ടാ? നോക്ക്. അത് ചിലപ്പോ അങ്ങനെ പിന്നെ അല്ല മോളിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. കടയിൽ പോയി മേടിച്ചേ. പിന്നെ ദൈവം മുട്ട പപ്സല്ലേ തരണത്. പിന്നെ ഇത് എവിടെ നിന്ന് നടന്നു വന്നാ ഞാൻ ആഗ്രഹിച്ചപ്പോ? ഞാൻ മുട്ട പപ്സും ഷേക്കും ആഗ്രഹിച്ചു. ആ സാധനം കിട്ടി. സത്യം. ശരി ശരി ഇപ്പൊ കിട്ടിയല്ലോ. നീ പോയി കഴിപ്പോ. അപ്പൊ നിങ്ങക്ക് എന്നെ വിശ്വാസല്ലേ? വിശ്വാസം ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാ എന്നാലും ഇത്ര പെട്ടെന്ന് നീ പ്രാർത്ഥിച്ചത് നടന്നെന്ന് അറിഞ്ഞപ്പോ ഉള്ള ഒരു നടന്നു. ശരി. ഓ നിങ്ങക്ക് വേണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കട്ടോ. ഞാൻ തന്നെയല്ലോ പറഞ്ഞാന്നോ എന്റെ അടുത്തൊന്ന് ഷോ ആണെങ്കിൽ. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരിക്കും നടന്നിരിക്കണത്. അങ്ങനെ തന്നെയല്ലേ? നീ ആ കൊരങ്ങിന് ശരിക്കും സിദ്ധി ഉണ്ടായി. ശരിക്കും സിദ്ധി ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെ ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടി. ഇല്ലെങ്കിൽ ഇത് പ്ലാൻ ചെയ്ത് നടക്കണ പോലെ എനിക്ക് തോന്നണ കേട്ടാ. പടി എന്തോ സംതിങ് ഫിഷി തോന്നണില്ലേ? സമാധാനം പോയല്ലോ. നമുക്ക് കൂടെ പോയി ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? പ്രാർത്ഥിച്ചു നോക്കിയാലോ? അതെന്തെങ്കിലും അപ്പൊ മനസ്സ് തോന്നണം എന്തെങ്കിലും പ്രാർത്ഥിക്കും. എന്നാലും വെറുതെ അവളെ വട്ടാക്കാൻ വേണ്ടി ഇപ്പൊ ചെയ്യാൻ പറഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് വട്ട പിടിച്ചോല്ലായാലും. ഇനി ശരിക്കും വല്ല സിദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രാർത്ഥിച്ച് നേടാന്നറിയാമോ? ഇങ്ങനെ നിർവികാരനായിട്ടിരിക്കുന്നത്. പിന്നെ ഈ കൊലങ്ങനെ പ്രാർത്ഥിച്ച ബസ് കിട്ടുമെങ്കിൽ പിന്നെ എന്തെല്ലാം വേണമായിരുന്നു? ഇവിടുത്തെ എത്ര ബേക്കറികൾ അടച്ചു പോയെന്നെ കിട്ടിയില്ലേ? ഇപ്പം എവിടെ നിന്ന് കിട്ടിയ അവർക്ക് മുട്ട പപ്സും ഷേക്കും ഒക്കെ? എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ നോക്കാൻ പോണേ. എനിക്ക് എന്തായാലും പരീക്ഷ നോക്കണം. പറഞ്ഞ എന്നാ അവിടെ നിന്നോ. ഞാൻ പ്രാർത്ഥിച്ച് നടന്നു കഴിയുമ്പോഴത്തേക്കും നാണവമാനം കണ്ടു ഒന്ന് പ്രാർത്ഥിക്കാൻ വരില്ല കേട്ടോ. ഞാൻ ഞാനും വരാം. നന്ദി കൊരങ്ങാ നന്ദി. ഓ സൂപ്പർ ടേസ്റ്റ്. എടിയോ അപ്പൊ നിനക്ക് സത്യമായിട്ട് ഇത് കിട്ടിയല്ലേ? പിന്നെ അല്ലാതെ എവിടെ കിട്ടിയത്? അപ്പൊ ഇതൊക്കെ ഉള്ള തന്നെയല്ലേ? ഓ എനിക്കെന്തോ അങ്ങോട്ട് അങ്ങനെ എന്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾ വല്ല അതും ഇതും പറയില്ല. അവസാനം വല്ല ശാപോ കോപോ കിട്ടും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ നോക്ക്. ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാൻ മൈ ഡിയർ കൊരങ്ങ, എനിക്ക് കുറച്ച് സ്വീറ്റ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്തെങ്കിലും എന്തെങ്കിലും എനിക്കൊന്ന് തരൂ. കൊടുത്തേ. നീ എവിടെ ഇരുന്നടി പിങ്കി പ്രാർത്ഥിച്ചോണ്ടൊന്നും? ഞാൻ ഇവിടെയൊക്കെ തന്നെ നിന്ന. അപ്പൊ അവിടെ തന്നെ ഞാനും പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കട്ടെ. കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്താ ഇങ്ങനെ പൊച്ചിക്കണത്? നിങ്ങൾ നോക്കിയോ. നിങ്ങൾ നേരത്തെ പറഞ്ഞ കൊരങ്ങനായിട്ട് മാറും. എനിക്ക് ചോക്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് പോലും നിങ്ങൾക്ക് തരില്ല. കൊടുക്കരുത്. അതിനല്ലേ എവിടെ ഇരിക്കണത്? കിട്ടുമോ നോക്കാം. കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഒന്നും തരൂല. അപ്പൊ പ്രാർത്ഥിച്ച ഞാൻ വെയിറ്റ് ചെയ്യണത് കിട്ടാൻ വേണ്ടി. അയ്യോ അങ്ങനെ കിട്ടൂല. അരമണിക്കൂർ കഴിഞ്ഞേ കിട്ടുള്ളൂ. അപ്പച്ചല്ലേ അവിടെ എന്തോ പറഞ്ഞ അരമണിക്കൂർ. ഓൺലൈനിൽ ഓർഡർ കൊടുക്കണ്ടേ കൊരങ്ങനെ? ആള് കൊണ്ടുവരണവരെ വെയിറ്റ് ചെയ്യണം. കളയാക്കല്ലേ. സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ ഇതൊക്കെ കൊരങ്ങൻ കേട്ടോണ്ടല്ലോ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. നടക്കം കൊണ്ട് ഓ എന്റെ ദൈവമേ ഇവളുടെ ജാട. അവള് പ്രാർത്ഥിച്ച അവൾക്ക് ഒരു പപ്സ് കിട്ടിപ്പോയി. ഇനി അവൾ നിലത്തൊന്നുമല്ല. എന്റെ അമ്മേ ഇപ്പൊ എന്റെ സമയാവേ. എനിക്കും കിട്ടും ചോക്ലേറ്റ് കിട്ടും. ഒരു ചോക്ലേറ്റ് ഞാൻ തരൂല. അയ്യോ അരമണിക്കൂറായി. ചോക്ലേറ്റ് എത്തിക്കാണോ? പറഞ്ഞാ നോക്കാം. ഇപ്പൊ കിട്ടും. ഇത്രയും പൂച്ചം വാരി ഇറക്കൊണ്ടിരിക്കുന്നു. ഞാൻ പോയി നോക്കാൻ പോണു. പറഞ്ഞ
നീ വാ പിങ്കി. ഞാൻ പോണം. ആണെങ്കിൽ വാ. വേണമെങ്കിൽ വന്നാ മതിയെ. പിങ്കി നോക്ക്. ഹായ് കവറ്. ചേട്ടാ നോക്ക് നോക്ക് നോക്ക്. വിശ്വാസായ ഇപ്പൊ വിശ്വാസായിട്ടാ. ആയില്ലേ? എന്നാലും എന്റെ പിങ്കി ഞാൻ അന്ന് ആ കമ്മലിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഒറ്റ കാര്യം പോലും പ്രാർത്ഥിച്ചില്ല. കഷ്ടമായി ഇപ്പൊ നീ എന്താ പ്രാർത്ഥിച്ചത്? മോശമായിപ്പോയി. അത് ചോക്ലേറ്റ്. ആ ചോക്ലേറ്റ് വല്ല കാര്യമുണ്ടോ? വല്ല BMW കാർ വേണമെന്നോ ബെൻസ് വേണമെന്നോ ഓടി വേണമെന്നൊക്കെ പ്രാർത്ഥിക്കണ്ടേ? പക്ഷെ എനിക്ക് അതേ കൂടുതലൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. റേഞ്ച് റോവറാ. ഇത് അറിയാതെ പോയല്ലോ ഇത്ര പെട്ടെന്ന് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. അന്ന് ഞാൻ എന്തോ കോയിൻസിഡൻസ് എന്ന് വിചാരിച്ചേ. ഇതിപ്പോ ശരി അന്നേ വല്ല പട്ടസാരിലും പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നല്ലേ? സത്യം. നീ എന്താ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ മുട്ട പപ്സ് പ്രാർത്ഥിച്ചു. എനിക്ക് ഇനി നീ ആഗ്രഹം 5-6 മുട്ട ദിവസം 5-6 ഷേക്ക്. അതല്ല, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരി ഞാനാവണം. ഈ ലോകത്തിലെ എല്ലാ സ്വർണവും പണവും എനിക്ക് കിട്ടണം. ഈശ്വരാ, ഈ ലോകത്തുള്ള എല്ലാ സ്വർണവും പണവും നിനക്ക് ചെയ്യും. ഞാനൊക്കെ എന്ത് ചെയ്യും? പിന്നെ എനിക്ക് പണം വേണ്ടേ? എനിക്ക് പണം വേണ്ടേ? നീ മാത്രം അങ്ങ് ജീവിച്ചാൽ മതിയോ? എന്തൊരു അത്യാഗ്രഹം. മറ്റേ പൊന്മുട്ടയുടെ എന്തോ എന്തിന്റെ കഥ കേട്ടോ? പൊന്മുട്ടയുടെ താറാവിന്റെ മറ്റേ കിഡ്നി ആദ്യം അടിച്ചു മാറ്റുന്ന സ്വഭാവമാണ്. അത് തന്നെ. ഒരു തീരെ തഴുന്ന നീ ആദ്യമേ അങ്ങനെയാണല്ലേ നീ പ്രാർത്ഥിക്കുന്നത്? അയ്യോ, അത് ഞാൻ ചേട്ടാ ഇവിടെ സൂക്ഷിച്ചോളാം കേട്ടോ. എക്സൈറ്റ്മെന്റിൽ എങ്ങനെ പ്രാർത്ഥിച്ചു. ഇവള് ഇങ്ങനെ പോകുമ്പോ നീ ഒരു നല്ല കാര്യം പ്രാർത്ഥിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാം. നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ ശരിക്കും പ്രാർത്ഥിക്കായിരുന്നത് എനിക്ക് മറ്റേ 5 കുട്ടികൾ. അതാണ് ഞാൻ പ്രാർത്ഥിക്കായിരുന്നത്. അതിന് ആ കൊരകന്റെ അടുത്തല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്ത് പിന്നെ നീ പറ, നിനക്ക് എന്ത് വേണം? എന്നാ പിന്നെ എനിക്ക് സ്വർണം വേണ്ട. എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ആവശ്യമില്ല നിനക്ക്. എല്ലാ സ്വർണത്തിന്റെ നീ വല്ല ബിരിയാണിയൊക്കെ പ്രാർത്ഥിക്കണേ. എനിക്ക് ഫുഡാണ് വേണ്ട. ഫുഡ് ഇപ്പൊ നീ മുട്ട ബസ് കഴിച്ചാലോ? നിനക്ക് എന്തൊരു തീറ്റിപ്രാന്താണത്? അത് കുറച്ചു മുന്നേ അവള് കൊച്ചല്ലേ, അവള് അങ്ങനത്തെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നിനക്കത് വേണം. എനിക്ക് കുനാഫ വേണം. കൊരങ്ങാ, എനിക്ക് കുനാഫ വേണേ. കൊരങ്ങ കുനാഫ എന്ന് കൊണ്ടുവരില്ല. അതൊക്കെ ഭയങ്കര അത് പൈസ. അത് കൊച്ചു പിള്ളേരെ ദൈവമാണ്. അത് കൊച്ചു സാധനങ്ങളെ അടുത്ത് പറഞ്ഞ ഭയങ്കര പൈസ കൊണ്ടുവരാൻ പറ്റൂല. അന്ന് എന്റെ അടുത്ത് പറയാനല്ലോ, ഞാനല്ലേ പറയണം. എന്താ മുട്ടായി എടുത്തിട്ട് വരാം. മുട്ടായി അത് തന്നെ. മുട്ട എടുത്ത് എന്നാലായിട്ട് നീ പ്രാർത്ഥിക്കണോ? പ്രാർത്ഥിച്ചു നീ 2 കുനാഫെങ്കിലും പറയാത്ത. ഞാൻ ഒന്നും ഇട്ട് തിന്നിട്ടില്ല. നിന്റെ അത്യാഗ്രഹം. എല്ലാ പിച്ച ഞാൻ 2 പ്രാർത്ഥിച്ചപ്പോ 2 പ്രാർത്ഥിച്ചു. ഒരെണ്ണം പിച്ചെടുത്തു. എന്നിട്ട് 2 നീ തന്നെ കഴിക്കൂ. താങ്ക് യു സോ മച്ച്. ഇതന്നെ പറഞ്ഞത്. പറഞ്ഞത്. അയ്യോ, എല്ലാം വെറൈറ്റി ഉണ്ട്. മഞ്ചരിക്കാരണം പിച്ചേ. അറിയാതെ പോയല്ലോ. കുറെ കൂടെ ഒക്കെ പ്രാർത്ഥിക്കാനുള്ളായിരുന്നു. ഇതൊരു തുടക്കമായിക്കോട്ടെ. അയ്യോ, മഴ. എനിക്ക് ഉറുമ്പ് അടിച്ചിട്ട് നിൽക്കാൻ വയ്യ. എന്നെ ഉറുമ്പ് കടിച്ച് പിന്നണം. എന്തോ എനിക്ക് കടിച്ചിട്ട് നിൽക്കാൻ വയ്യ. നിങ്ങൾ എന്താ നിങ്ങൾ കാണിക്കുന്ന? എന്നാ ബില്ല് എനിക്ക് മര്യാദയ്ക്ക് പൈസ ബില്ലൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഇത്രയും വാങ്ങിച്ചത്. എന്നാ ബില്ല് പൈസ തന്നോ മര്യാദയ്ക്ക്? നീ പെണ്ണിച്ച് ഉടക്കുന്നത് കൂവി എന്തിന്? ഉറുമ്പ് അടിക്കുമ്പോ ഞാൻ എന്തോ നീയും ഉറുമ്പടിക്കാൻ ചോദിക്കണം. നീ എന്റെ പറഞ്ഞാൽ ഞാൻ ഉറുമ്പിനെ വന്ന് തിന്നു തരണോ? പറ്റിപ്പോഴി പറ്റിപ്പോ 2 കൂടെ പ്ലാൻ ഇട്ട് ഇങ്ങോട്ട് വാ. എന്താണ് ഇവിടെ? എന്തോ സംസാരിച്ചോ? എന്താടാ? അല്ല ഒന്നുമില്ല. ഒന്നുമില്ല. നീ ഇപ്പൊ എവിടെ നിന്ന് വന്നേ? ഞാൻ പറയണോന്ന് കേക്കോ? ഇങ്ങേരാണ് ഇതെന്തോന്ന്? ഞാൻ പറയണയാള് ഇങ്ങേരാണ് എന്നെ പറ്റിക്കാന്നും പറഞ്ഞ് എല്ലാരും പറ്റിക്കാന്ന് പറഞ്ഞ് എന്നെ അവിടെ ചെന്ന് ഇരുത്തിയിട്ട് നിങ്ങൾ പറയണ എല്ലാ സാധനവും ഞാൻ വാങ്ങിച്ചോണ്ട് ഞാനാണ് വന്നത്. എന്നിട്ട് എനിക്ക് പൈസ തരണ്ട ബില്ല് കൊടുത്തിട്ട്. തന്നെ പക്ഷെ നോക്ക്, നമ്മള് പറഞ്ഞ സാധനത്തിന്റെ ബില്ല് ബെസ്റ്റ്. കൊള്ളാം. ഇതൊക്കെ എപ്പോ ഒപ്പിച്ച് വെക്കണം 2 കൂടെ? നീ വീട്ടിൽ എന്താ നീ എന്താ നീ വീട്ടിൽ പോകുമ്പോ കൊണ്ടുപോകാതിരിക്കായിരുന്നു. ഞാൻ ഈ കുരങ്ങൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കാൻ നിൽക്കായിരുന്നു. നല്ലായിരിക്കും. വേറെ കുറെ വീട്ടിൽ കൊണ്ടുപോകും. ചെരുപ്പൂര് ഞാൻ ഊരല്ലോ. മര്യാദക്ക് പൈസ തന്നു എനിക്ക്. നിനക്കത് വേണം. നിനക്കത് വേണം. പിടി പാറ്റാണല്ല നീ പോയി അടിക്കാൻ.